വെൽക്കം ടു WILDMALLOW. 2024 ഒക്ടോബർ മാസം 2 ലക്കങ്ങളിലായിട്ട് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ. അപ്പോൾ LGS 10th പ്രിലിംസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണത്? ഇൻസാറ്റ് 3DS ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഇൻസാറ്റ് 3DS. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ഭാക്കറാണ്. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ഭാക്കർ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗാരിയാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗാരിയ. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാനയാണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് പത്മ രാമചന്ദ്രൻ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1ാം സ്ഥാനമാണ്. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? കാതോർത്ത് പദ്ധതിയാണ്. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സ നൽകുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നയനാമൃതം പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT ബോംബെയിലാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിൽ. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളാണ് പിയറി അഗസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആനൽ ഹുല്ലിയർ. പിയറി അഗസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആനൽ ഹുല്ലിയർ. ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി കെ രാധാകൃഷ്ണൻ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? അതിഷിയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് അതിഷി. സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാശ്ശേരി വൈക്കം, മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ. സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തായത് മലപ്പുറമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടിയാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാശ്ശേരി വൈക്കം, മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാറാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1ാം സ്ഥാനമാണ്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1ാം സ്ഥാനം. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KN ഹരിലാലാണ്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ KN ഹരിലാൽ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ
സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെട്രികൾ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി സഖി ഡോർമെട്രികൾ. സംസ്ഥാന സർക്കാരിന്റെ വയോസേവ പുരസ്കാരത്തിന് അർഹരായതാരാണ്? സംഗീതജ്ഞനായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരനായിട്ടുള്ള വേണുജിയും. സംസ്ഥാന സർക്കാരിന്റെ വയോസേവ പുരസ്കാരത്തിന് അർഹരായത് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും. ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നത് പഠനം നടത്തുന്നതിന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ച മലയാളി ഗവേഷകനാണ് ഡോക്ടർ സജികുമാർ ശ്രീധരൻ. ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നത് പഠനം നടത്തുന്നതിന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ച മലയാളി ഗവേഷകൻ ഡോക്ടർ സജികുമാർ ശ്രീധരൻ. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് ലഭിച്ച മലയാളി ആരാണ്? നമിത നായരാണ്. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് ലഭിച്ച മലയാളി നമിത നായർ. ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് വീനസ് ഓർബിറ്റർ മിഷൻ. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യ. എല്ലാ തരത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതാണ്? മെക്സിക്കോ ആണ്. എല്ലാ തരത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യം മെക്സിക്കോ. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസനായകെ. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറങ്ങുന്ന ISROയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ 4 മിഷൻ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതി ചന്ദ്രയാൻ 4 മിഷൻ. വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിച്ചത് ആരെയാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിച്ചത് ആരെയാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് വിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് വിജയപുരം. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി NPS വാത്സല്യ. വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇന്റർനാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്രൊഫസർ കാന M സുരേഷനാണ്. ഇന്റർനാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രൊഫസർ കാന M സുരേഷൻ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MGS നാരായണനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MGS നാരായണൻ. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് അർഹനായത് V മധുസൂദനൻ നായരാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് അർഹനായത് V മധുസൂദനൻ നായർ. തമിഴ് സർക്കാർ നൽകുന്ന കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് P സുശീലയാണ്. തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് P സുശീല. ഈ വർഷത്തെ നോബൽ സമ്മാന ജേതാക്കള് വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ അംബ്രോസും ഗാരി റവ്കനുമാണ്. വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനായിരുന്നു പുരസ്കാരം. ഭൗതികശാസ്ത്രത്തിൽ ജോൺ ഹോഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ് നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിന് ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. രസതന്ത്രത്തിൽ ഡേവിഡ് ബേക്കർ, ജോൺ ജംബർ, ഡെമിസ് ഹസബീസിനാണ് പുരസ്കാരം ലഭിച്ചത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നതിനായിരുന്നു പുരസ്കാരം. സാഹിത്യത്തിൽ ഹാൻകാങ്ങിനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് ഹാൻകാങ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നിഹോൺ ഹിഡാൻക്വായ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്വായ്. ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനമാണ് ഈ സംഘടന നടത്തിവരുന്നത്.
ഈ വർഷത്തെ നോബൽ സമ്മാന ജേതാക്കൾ ഒന്നുകൂടെ നോക്കാം. വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ അംബ്രോസ്, ഗാരി റൗക്കനും മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഭൗതികശാസ്ത്രത്തിൽ ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻറ്റനും നിർബുദ്ധ ബുദ്ധിക്ക് ആധാരമായിട്ടുള്ളതിനാണ് പുരസ്കാരം ലഭിച്ചത്. രസതന്ത്രത്തിൽ ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബീസിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നതിനാണ് രസതന്ത്ര വിഭാഗത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. സാഹിത്യത്തിൽ ഹാൻകാങ്ങിനാണ് പുരസ്കാരം ലഭിച്ചത്. ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നിഹോൺ ഹിഡാൻ ക്വായ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻ ക്വായ്. ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനമാണ് ഇവരുടെ ലക്ഷ്യം. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ്. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് MB ശ്രേയാംസ് കുമാറാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് MB ശ്രേയാംസ് കുമാർ. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റായി നിയമിച്ചത് ആരെയാണ്? ക്രിസ് ഗോപാലകൃഷ്ണനെയാണ്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റായി നിയമിച്ചത് ക്രിസ് ഗോപാലകൃഷ്ണൻ. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് മാർക്ക് റൂട്ടാണ്. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് മാർക്ക് റൂട്ട്. ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷിഗെരു ഇഷിബയാണ്. ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷിഗെരു ഇഷിബ. ട്യൂണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി വിജയിച്ചത് കൈസ് സൈദാണ്. ട്യൂണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായിട്ട് വിജയിച്ചത് കൈസ് സൈദ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഫൈനലിൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഫൈനൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ്. അടുത്തിടെ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറാണ് ഡ്വെയ്ൻ ബ്രോവോ. അടുത്തിടെ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡ്വെയ്ൻ ബ്രോവോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസ താരമാണ് ആന്ത്വാൻ ഗ്രീസ്മൻ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസ താരം ആന്ത്വാൻ ഗ്രീഷ്മൻ. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരമാണ് റാഫേൽ നഡാൽ. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരം റാഫേൽ നഡാൽ. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേര് സാക്ഷി. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേര് സാക്ഷി. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യ വനിതാ താരമാണ് സാക്ഷി മാലിക്. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക്. പുതിയതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. പുതിയതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകൾ മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ഇന്ത്യയിൽ ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 11 ഇന്ത്യയിൽ ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 11. ആദ്യമായി ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ട ഭാഷ തമിഴാണ്. ആദ്യമായി ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ഭാഷ തമിഴ്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച നടൻ ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്ക്. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവെന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവെന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തിന്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളത്തിന്റെ പ്രിയ കവി ആരാണ്? പ്രഭാവർമ്മയാണ്. രാജ്യത്തിന്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളത്തിന്റെ പ്രിയ കവി പ്രഭാവർമ്മ. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് അർഹരായ കേരളത്തിലെ പഞ്ചായത്തുകളാണ് കടലുണ്ടി, കുമരകം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് അർഹരായ കേരളത്തിലെ പഞ്ചായത്തുകൾ കടലുണ്ടി, കുമരകം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 അവാർഡിന് അർഹനായത് ആരാണ്? വട്ടപ്പറമ്പിൽ പീതാംബരനാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 അവാർഡിന് അർഹനായത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ആണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം.
2023 NV സാഹിത്യ പുരസ്കാരത്തിന് അർഹരായത് അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായ് ആണ്. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നേടിയതാരാണ്? നടൻ ഇന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഇന്ദ്രധനുസ് എന്ന് പറയുന്ന ആത്മകഥയ്ക്കായിരുന്നു പുരസ്കാരം. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ലഭിച്ചത് നടൻ ഇന്ദ്രൻസിനാണ്. അദ്ദേഹത്തിന്റെ ഇന്ദ്രധനുസ് എന്ന് പറയുന്ന ആത്മകഥയ്ക്കായിരുന്നു പുരസ്കാരം. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് പുരസ്കാരം ലഭിച്ചത്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിന്. ബ്ലൂബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകസമ്പന്നൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. ബ്ലൂബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകസമ്പന്നൻ ഇലോൺ മസ്ക് ആണ്. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ ഈയിടെ എന്തിന്റെ സാന്നിധ്യമാണ് നാസ കണ്ടെത്തിയത്? കാർബൺ ഡയോക്സൈഡിന്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെയും സാന്നിധ്യമാണ് നാസ കണ്ടെത്തിയത്. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ ഈയിടെ എന്തിന്റെ സാന്നിധ്യമാണ് നാസ കണ്ടെത്തിയത്? കാർബൺ ഡയോക്സൈഡിന്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെയും. സൂര്യന് സമീപമുള്ള ബർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന പുതിയൊരു കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. അതിന്റെ പേരെന്താണ്? ബർണാഡ് ബി എന്നാണ്. സൂര്യന് സമീപമുള്ള ബർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന പുതിയ കുഞ്ഞൻ ഗ്രഹത്തിന്റെ പേര് ബർണാഡ് ബി. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.